ആന്റണി, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു മാഷേ. ക്രിസ്മസിന്റെ ഒക്കെ നന്നായിട്ട് ഒരുങ്ങണില്ലേ? ഒരുങ്ങുന്നുണ്ട് മാഷേ. പള്ളിയിലേക്ക് എല്ലാ ദിവസവും വരുന്നുണ്ട്? വരുന്നുണ്ട് മാഷേ. എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നേ. ചോദിച്ചോളൂ. അതായത് ഈ പഴയ നിയമത്തിലെ ഈശോനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ? അതായത് ഈശോയുടെ ആഗമനത്തെക്കുറിച്ച്, ഒരു രക്ഷകനെ കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങൾ അല്ലേ? നമ്മൾ പഴയ നിയമത്തിൽ ഏകദേശം 12ഓളം ഗ്രന്ഥങ്ങളിൽ യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് അറിയിപ്പ് നൽകുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ഇനി ഒരുപാട് പ്രവാചക ഗ്രന്ഥങ്ങളിലുണ്ട്. ഹബഹുക്ക്, നാഹും, ഒബാദിയ, ജെറമിയ, എസക്കിയേൽ, യേശയ്യ, അങ്ങനെയുള്ള പ്രവാചക ഗ്രന്ഥങ്ങളിലും അതുപോലെ സങ്കീർത്തനങ്ങളിലും ഒക്കെ പലയിടങ്ങളിലായിട്ട് ഈശോയുടെ ജനനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരുപാട് സൂചനകൾ, ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ സൂചിപ്പിക്കുന്ന പീഡാനുഭവം, മരണം. ഉദാഹരണത്തിന് യോനയുടെ അനുഭവം, 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന ആ ഒരു സംഭവമൊക്കെ ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളും നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഒരു സൂചന, നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചന നൽകുന്ന മറിയത്തിന് ലഭിക്കുന്ന ഗബ്രിയേൽ മാലാഖയുടെ അറിയിപ്പാണ്. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനുഷ്യൻ്റെ ആരംഭം മുതലേ തന്നെ, അതായത് ഏദൻ തോട്ടത്തിൽ ഉള്ള ജീവിത സാഹചര്യങ്ങൾ മുതൽ തന്നെ രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷയും അറിയിപ്പും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ക്രിസ്തുവാണ് മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ആ കടന്നു വന്നിട്ടുള്ള ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ആ നിമിഷത്തെയാണ് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതിൻ്റെ ആ സന്തോഷത്തിൻ്റെ അനുസ്മരണമാണ് ഓരോ വർഷവും നമ്മൾ വിശുദ്ധമായിട്ട് ഓരോ വർഷവും നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ക്ലിയറായോ? ക്ലിയറായി മാഷി. താങ്ക് യു.